ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഗയാമി ലഷ് ടൈം. അപ്പോൾ ഓണമൊക്കെ കഴിഞ്ഞില്ലേ? ഓണത്തിൻ്റെ ബാക്കി സേമിയൊക്കെ കയ്യിലിരിപ്പുണ്ടെങ്കിൽ ഇതേപോലെ മധുരമൂറും ഒരു ശരവണ ഭവൻ സ്റ്റൈലിലൊരു കേസരി നമുക്കുണ്ടാക്കാം. അപ്പോൾ ഞാനിന്ന് വളരെയധികം എളുപ്പത്തിൽ എങ്ങനെ സ്വാദിഷ്ടമായ ഒരു സേമിയ കേസരി ഉണ്ടാക്കാമെന്ന് നോക്കാം. ആദ്യമേ തന്നെ കുറച്ച് കുങ്കുമപ്പൂവ് ഞാനൊരു ബൗളിൽ കുറച്ച് വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ അതിനൊരു നല്ല ഒരു നിറം വരും. ഇനി നമുക്കൊരു പാൻ എടുക്കാം. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുക. അതിലേക്ക് ഒരു 10-15 കശുവണ്ടി ഇട്ട് കൊടുക്കുക. അതൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് അതുപോലെ തന്നെ ഒരു 10-20 ഉണക്ക മുന്തിരിങ്ങയും കൂടി ഇട്ട് കൊടുക്കുക. അത് ആ നെയ്യിൽ കിടന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ആ നെയ്യിലേക്ക് തന്നെ ഞാനിപ്പോൾ ഇവിടെ റോസ്റ്റഡ് സേമിയാണ് എടുക്കുന്നത്. അപ്പോൾ അല്ലാത്ത സേമിയ ആണെങ്കിലും നമ്മളൊരു 10-15 മിനിറ്റോളം ചെറു തീയിലിട്ട് ഈ നെയ്യിലിട്ട് നല്ല ഒരു ഗോൾഡൻ ബ്രൗൺ നിറമാക്കണം. അപ്പോൾ ഇത് ഓൾറെഡി റോസ്റ്റഡ് സേമിയ ആയതുകൊണ്ട് തന്നെ ഞാനൊരു 5 മിനിറ്റ് വറുത്തെടുക്കുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ റോസ്റ്റഡ് ആണെങ്കിൽ നമ്മൾ ഇതേപോലെ നെയ്യിലിട്ട് ഒന്നുകൂടെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇതൊരു 5 മിനിറ്റോളം വഴറ്റിയിട്ടുണ്ട്. നല്ലൊരു നിറമൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി അത് മറ്റൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഈ ഒരു പാനിൽ തന്നെയാണ് ഞാൻ വെള്ളം ഒഴിക്കുന്നത് കേട്ടോ. അപ്പോൾ 1 കപ്പ് സേമിയയ്ക്ക് 2 കപ്പ് വെള്ളം, ആ സെയിം കപ്പിന് തന്നെ 2 കപ്പ് വെള്ളമാണ് ഇതിൻ്റെ അളവേ. അപ്പോൾ ആ വെള്ളം ഒന്ന് തിളച്ച് വരുമ്പോൾ നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന സേമിയ അതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഇപ്പോൾ ഞാനൊരു മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. വെള്ളം നല്ല തിളച്ച് വരുമ്പോഴാണ് നമ്മൾ സേമിയ ഇട്ട് കൊടുക്കേണ്ടത്. എന്നിട്ട് ഇങ്ങനെ തുടരെ നമ്മളിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. സേമിയ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് വേവും. അപ്പോൾ 1 കപ്പ് സേമിയയ്ക്ക് 2 കപ്പ് അളവ് വെള്ളം മതിയാവും. ഇപ്പോൾ ഇത് നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. ഇതേപോലെ വെന്തിട്ടുണ്ട്. ഇപ്പോൾ സേമിയൊക്കെ നല്ലതായിട്ട് അതിലെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. ഈ ഒരു സമയം വേണം നമുക്കിനിയും പഞ്ചസാര ആഡ് ചെയ്യാൻ. അപ്പോൾ ഞാനിവിടെ ഒരു 1/4 കപ്പ് പഞ്ചസാരയാണ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഒരു സാധാരണ മധുരമായിരിക്കും. മധുരം കൂടുതൽ ആവശ്യമുള്ളവർക്ക് 1 കപ്പ് സേമിയയ്ക്ക് 1 കപ്പ് പഞ്ചസാര തന്നെ ആഡ് ചെയ്യുക. അപ്പോൾ നല്ല മധുരം ഉണ്ടാവും. ഇതൊരു മീഡിയം മധുരമായിരിക്കും കേട്ടോ. അതുകൊണ്ടാണ് ഒരു 1/4 കപ്പ് ചേർത്തിരിക്കുന്നത്. ഇനി ഈ പഞ്ചസാര ഇട്ടതിന് ശേഷം ഈ പഞ്ചസാര നന്നായിട്ടൊന്ന് മെൽറ്റായി വരും. കണ്ടോ, ഇപ്പോൾ പഞ്ചസാരയൊക്കെ നന്നായിട്ട് മെൽറ്റായി വന്നിട്ടുണ്ട്. നമ്മളെപ്പോഴും സേമിയ വെള്ളം ഒഴിച്ച് വേവിച്ചതിന് ശേഷം മാത്രമേ പഞ്ചസാര ഇട്ട് കൊടുക്കാവൂ. പഞ്ചസാര ഇട്ട് കഴിഞ്ഞാൽ പിന്നെ സേമിയ വേവത്തില്ല. അതുകൊണ്ട് വെന്തതിന് ശേഷം മാത്രം പഞ്ചസാര ഇട്ട് കൊടുക്കാവൂ. പഞ്ചസാര നന്നായിട്ട് മെൽറ്റായി വന്നിട്ടുണ്ട്. അതിലിട്ട് ഈ സേമിയ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നമ്മളപ്പോൾ നേരത്തെ കുങ്കുമപ്പൂ കുറച്ച് വെള്ളം ഒഴിച്ച് മാറ്റി വെച്ചിരുന്നല്ലോ, ഞാൻ അതിൽ കുറച്ച് കേസറിൻ്റെ കളറും കൂടെ ചേർത്തിട്ടുണ്ട്. കാര്യം ഈ സേമിയ കൊണ്ടുള്ള കേസരിക്ക് നല്ലൊരു ഓറഞ്ച് കളറായിരിക്കും. അതുകൊണ്ടാണ് അങ്ങനെ ചേർത്തിരിക്കുന്നത് കേട്ടോ. അത് കുങ്കുമപ്പൂ മാത്രം ചേർക്കുകയാണെങ്കിൽ ഒരു യെലോയിഷ് കളറായിരിക്കും. ഇനി നമ്മളിതിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. എല്ലായിടും ആ കളറൊക്കെ എല്ലായിടും ഒന്നാവണം. കുങ്കുമപ്പൂവിൻ്റെ ഒരു ഫ്ലേവറും ഒക്കെ കിട്ടും. അപ്പോൾ ഞാൻ ഇതിനകത്ത് ഒരു 4-5 ഏലക്ക പൊടിച്ചിടുന്നുണ്ട്. അത് മാത്രമല്ല, നമ്മളിതിലേക്ക് പച്ച കർപ്പൂരം ഒരു നുള്ളൂടെ ഇട്ട് കൊടുക്കണേ. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഇപ്പോൾ നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന കശുവണ്ടിയും ഉണക്കമുന്തിരിങ്ങയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു 4-5 ഏലക്ക പൊടിച്ചതും ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മളൊരു പച്ച കർപ്പൂരം ഒരു നുള്ള് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. അതിട്ട് ഒരു പ്രത്യേക ഫ്ലേവറാണ് കേട്ടോ. കൂടുതലും ഇത് നമ്മൾ അതായത് തെലുങ്ക് ദേശത്തും തമിഴ്നാട്ടിലൊക്കെയാണ് ഈ സേമിയ കേസരി ഉണ്ടാക്കുന്നത്. അപ്പോൾ അവരെല്ലാം കുറച്ച് പച്ച കർപ്പൂരം കൂടെ ആഡ് ചെയ്യാറുണ്ട്. പിന്നെ ഒരു നുള്ളു ഉപ്പ്, മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ ഒരു നുള്ളു ഉപ്പ് കൂടി ഇട്ടതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ ഇത് നന്നായിട്ട് അതിലെ പഞ്ചസാരയുടെ ഇതെല്ലാം വറ്റി നല്ല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ഒഴിച്ച് നന്നായിട്ട് ഇളക്കി ഗ്യാസ് ഓഫ് ചെയ്യാവുന്നതാണ്. ഇത്രയേ ഉള്ളൂ. വളരെയധികം എളുപ്പത്തിൽ നമുക്ക് കേസരി ഉണ്ടാക്കാൻ സാധിക്കും. അതും സേമിയ കേസരി ഉണ്ടാക്കാൻ സാധിക്കും. ഇനി നമുക്കിങ്ങനെ സ്പൂൺ കൊണ്ട് കോരി കഴിക്കുകയും ചെയ്യാം. അല്ലെങ്കിൽ നമുക്കിത് ചെറിയൊരു ചൂടോടുകൂടി തന്നെ ഏതെങ്കിലും ഒരു മോൾഡിൽ ഇട്ട് വെച്ചാൽ ആ ഒരു ഷേപ്പിൽ തന്നെ നമുക്ക് ചൂടാറിയതിന് ശേഷം എടുക്കാനും സാധിക്കും. അപ്പോൾ ഞാനിപ്പോൾ ഒരു സ്ക്വയർ ഷേപ്പിലൊരു മോൾഡിലേക്ക് ഇത് മാറ്റുകയാണ്. അപ്പോൾ ആ ഒരു ഷേപ്പിൽ നമുക്ക് കിട്ടും. അപ്പോൾ ആദ്യമേ അതിൽ കുറച്ച് നെയ്യൊന്ന് തൂത്തതിന് ശേഷം ചെറിയ ചൂടോടുകൂടി തന്നെ ഈ സേമിയ കേസരി അതിലേക്ക് ഇട്ട് കൊടുക്കുക. തണുത്ത് കഴിക്കുന്നതും ചെറിയ ചൂടോടെ എങ്ങനെ വേണേലും കഴിക്കാം. എങ്ങനെ കഴിച്ചാലും വളരെ നല്ലതാണ്. ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച് കഴിക്കാം. വെറുതെ നമുക്ക് സ്പൂണ് കൊണ്ട് ഇങ്ങനെ കോരി കഴിക്കാനും നല്ലതാണ്. പെട്ടെന്ന് തന്നെ ഒരു ഗസ്റ്റൊക്കെ വീട്ടിൽ വന്നാൽ എളുപ്പത്തിൽ റെഡിയാക്കാൻ പറ്റുന്ന ഒരു സ്വീറ്റാണ് കേട്ടോ. അപ്പോൾ ഇത് നല്ലതായിട്ട് സെറ്റായിട്ടുണ്ട്. ഞാനിനി ഒരു മണിക്കൂറോളം കഴിഞ്ഞതിന് ശേഷമാണ് ഇതൊന്ന് ഡിമോൾഡ് ചെയ്ത് കാണിച്ചു തരാം. ആ ഒരു സ്ക്വയർ ഷേപ്പിൽ തന്നെ നമുക്ക് കിട്ടും. നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്ത് സെർവ് ചെയ്യാവുന്നതാണ്.
അപ്പോൾ ഇത്രയേ ഉള്ളൂ കാര്യം. വളരെയധികം എളുപ്പത്തിൽ നമുക്ക് സേമിയ കേസരി ഉണ്ടാക്കാൻ സാധിക്കും. കുട്ടികൾക്കും വലിയവർക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടും. നമ്മളിതിൽ ചിലർ പാലൊഴിക്കാറുണ്ട്, പക്ഷേ പാലൊഴിച്ച് കഴിഞ്ഞാൽ ഒരു സേമിയ പായസത്തിൻ്റെ ഒരു ടേസ്റ്റായിട്ട് വരും. അപ്പോൾ മറ്റൊരു നല്ല റെസിപ്പിയുമായി വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.